ശബരിമല കൊള്ളയിൽ നമ്മൾ കേട്ടതിനപ്പുറമുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. വലിയ കൊള്ള തന്നെയാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ സർ. റിപ്പോർട്ടല്ല, ഹൈക്കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കോടതിയിൽ കൊടുത്ത ഇടക്കാല റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പറയുന്നത്, നമ്മളീ പറയുന്ന പോലെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി, അതാണല്ലോ അതിലെ സ്വർണ്ണപ്പാളി, സ്വർണം ഗോൾഡ് ക്ലാഡ് ചെയ്ത ശില്പങ്ങൾ മാറ്റിയിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചു എന്നതാണ് ഇപ്പോൾ കേസ്. ഏതാണ്ട് 2.5 കിലോഗ്രാം സ്വർണം പോയിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെയും നമ്മുടെയൊക്കെ അറിവ്. ഈ 2.5 കിലോ എന്ന് പറയുമ്പോൾ ഓർക്കണം, വിജയ് മല്യ, കിങ്ഫിഷറിൻ്റെയൊക്കെ ഉടമയായിരുന്ന, മദ്യരാജാവായിരുന്ന, ഇപ്പോൾ വിദേശത്ത് പാപ്പരാണെന്ന് പറഞ്ഞ് വിദേശത്ത് കഴിയുന്ന, നാട് വിട്ടു കഴിയുന്ന വിജയ് മല്യ 1990-കളിലാണ് ശബരിമലയുടെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര, ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സ്വർണം പൊതിയാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഏതാണ്ട് 32 കിലോഗ്രാം സ്വർണം വിനിയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറയപ്പെടുന്നതെന്ന് മനഃപൂർവ്വം പറഞ്ഞാൽ, കാരണം ശബരിമലയിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളിലൊന്നും വിജയ് മല്യ എത്ര സ്വർണം കൊടുത്തു എന്നതിൻ്റെ രേഖകളില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അന്ന് സ്വർണം പതിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട് പണി സന്നിധാനത്ത് തന്നെയാണ് നടന്നത്. അവിടെ തന്നെ നേരത്തെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, ഏതാണ്ട് പണിക്കാരെ കൊണ്ടുവന്ന്, സ്വർണ്ണപ്പണിക്കാരെ കൊണ്ടുവന്ന് പ്രത്യേകമായി പാകപ്പെടുത്തിയെടുത്ത ഒട്ടകത്തിൻ്റെ തോലിൽ സ്വർണം വെച്ച് അത് ഓരോ സ്വർണ്ണപ്പാളിയും 5000 തവണ ചുറ്റിക കൊണ്ടടിച്ച്, വലിയ കൂടല്ല, ചെറിയ ചുറ്റിക കൊണ്ടടിച്ച് പരത്തിയിട്ടാണ് ഈ ഗോൾഡ് ക്ലാഡിങ്ങിനുള്ള സ്വർണ്ണപ്പാളികൾ ഉണ്ടാക്കിയത്. അതിൻ്റെയൊക്കെ ചിത്രങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്, വാർത്തകളൊക്കെ ഉണ്ട്. പക്ഷേ അന്നു മുതൽ തന്നെ ഈ സ്വർണം അടിച്ചു മാറ്റണമെന്ന് 90-കൾ മുതൽ തന്നെ ഒരു സംഘം ആലോചിച്ചിരുന്നു. അതുകൊണ്ടാണ് എത്ര സ്വർണം വിജയ് മല്യ കൊടുത്തു എന്നതിൻ്റെ കണക്കുകൾ ദേവസ്വത്തിൻ്റെ രേഖയിലില്ലാത്തത്. അതൊന്ന്. ഇത് നമ്മുടെ വിശ്വാസികളായ ഭക്തന്മാർ അറിയേണ്ടതാണ്. വിജയ് മല്യ കൊടുത്ത സ്വർണത്തിൻ്റെ കൃത്യമായ കണക്ക് സംബന്ധിച്ച രേഖകൾ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ഇല്ല. അപ്പോൾ പിന്നെ കക്കാൻ എളുപ്പമാണല്ലോ. രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ ദേവസ്വത്തിന് കഴിയില്ല. കാരണം ഒരുപാട് പേർ ശബരിമലയിൽ വന്നിട്ട് അയ്യപ്പൻ്റെ സന്നിധിയിലെത്തുമ്പോൾ അവരുടെ വള, മോതിരം, മാല ഒക്കെ ഒരു ഭണ്ഡാരത്തിലിടാറുണ്ട്. ഇത് എടുത്ത് സൂക്ഷിക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. അവരത് തൂക്കം കൃത്യമായി രേഖപ്പെടുത്താറില്ല. അപ്പം വഴിപാടായിട്ട് കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് ശബരിമലയല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ എത്ര സ്വർണം കിട്ടിയിട്ടുണ്ട്, എത്ര സ്വർണം ശബരിമലയിലുണ്ട് എന്നതിന് കൃത്യമായി കണക്കില്ല. ഒരു കണക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കൊള്ളക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായകമായ ഘടകങ്ങൾ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയത്, നേരത്തെ പറഞ്ഞത് ദ്വാരപാലക ശില്പങ്ങൾ പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താ, ഇതുവരെ പോലീസ് പുറത്ത് പറഞ്ഞിരുന്നില്ല. ഹൈക്കോടതിയിലാണ് ആണെങ്കിൽ ഈ കേസ് നടക്കുമ്പോൾ, സാധാരണ പീഡന കേസുകളുടെയൊക്കെ വിചാരണ നടക്കുമ്പോഴാണ് ഇൻ ക്യാമറ മറ്റാരെയും കേൾക്കാതെ വിചാരണ നടക്കണം എന്നൊക്കെ പറയുന്നത്. ഹൈക്കോടതിയിൽ വളരെ വിചിത്രമായ ഒരു രീതിയാണ്. അതായത് ഈ കേസ് നടക്കുമ്പോൾ വേറെ ആരും കയറാൻ പാടില്ല എന്ന് ഹർജിക്കാർ അല്ലെങ്കിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അവിടെ നടക്കുന്ന വാദം എന്താണ്, കോടതിയിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് പുറത്തു വരാറില്ല. അത് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഹൈക്കോടതി നിന്നതാണോ എന്നറിയില്ല. ഏതായാലും ചില കാര്യങ്ങളൊക്കെ പിന്നീട് കേട്ടറിവിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന വസ്തുതകളാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ രേഖയായിട്ട് കൊടുത്തതിൽ നിന്നാണ് പറയുന്നത്, ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുകളിലായി ഭഗവാന്റെ ശ്രീകോവിലിൽ കയറുന്ന കട്ടിളപ്പടിയിൽ ചില സ്വർണ്ണപ്പാളികളുണ്ടായിരുന്നു. അതിൽ ദശാവതാരം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ശിവൻ്റെ രൂപമുണ്ട്, വ്യാളിയുടെ രൂപമുണ്ട്, പ്രഭാമണ്ഡലമുണ്ട്. ഇതെല്ലാം പൊതുജന സ്വർണ്ണപ്പാളികളും കാണാനില്ല. അങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് പുറമേ ഉണ്ടായിരുന്ന 7 സ്വർണ്ണപ്പാളികൾ കൂടി കാണാതായിരിക്കുന്നു. അപ്പോൾ എത്ര കിലോ സ്വർണം പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കയാണ്. അപ്പോൾ 2.5 കിലോ സ്വർണം പോയി എന്നാണ് പൊതുവെ കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിലുമേറെ കിലോ കണക്കിന് സ്വർണം പോയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഇതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം ദേവസ്വത്തിൻ്റെ ഒരു ഫയലിൽ ഒരു നോട്ട് വന്നു. ശ്രീകോവിലിൻ്റെ അവിടുന്ന് ഒരു ചെറിയ ലീക്ക് ഉള്ളതുപോലെ തോന്നുന്നു, മിക്കവാറും മേൽക്കൂര അഴിച്ച് പരിശോധിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നോട്ട് എഴുതിപ്പോയി. ആ നോട്ട് അപ്രൂവ് ചെയ്ത് ഏതാണ്ട് പാസ്സായതാണ്. അത് അഴിക്കാൻ പറ്റിയില്ല. അത് അപ്പം ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, മേൽക്കൂര പൊളിക്കണം. മേൽക്കൂര പൊളിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ സ്വർണ്ണപ്പാളി പൊളിക്കണം, പിന്നെ ചെമ്പ് പൊളിക്കണം. എന്നിട്ട് ചോർച്ചയുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വിളിച്ച് അടച്ചിട്ട് വീണ്ടും ഇത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്വർണം മാറിയിട്ട്
വേറെ സാധനം വരും. അതിനുള്ള ശ്രമം കൂടെ നടന്നിരുന്നു. അപ്പം ഈ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം അവിടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നു. അത് വി.ഡി. സതീശൻ വലിയ വിശ്വാസിയൊന്നും അല്ലാത്തതും ഹിന്ദു വിരുദ്ധനായതും കൊണ്ട് തോന്നുന്നതാണ്. തങ്കവിഗ്രഹം, കാരണം അയ്യപ്പൻ്റെ അവിടെ ഇരിക്കുന്ന തങ്കവിഗ്രഹം അല്ല, തങ്കവിഗ്രഹമൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് പഞ്ചലോക വിഗ്രഹമാണ്. ഈ പഞ്ചലോക വിഗ്രഹം 1950 ശബരിമലയ്ക്ക് തീ വച്ചതിന് ശേഷം അത് സംബന്ധിച്ച് കെ കേശവമേനോൻ്റെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ശബരിമലയ്ക്ക് എങ്ങനെയാണ് തീ വെച്ചത്, ആരാണ് തീ വെച്ചത്, മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലുള്ള ചില ക്രൈസ്തവ കുടുംബങ്ങളുടെ പങ്ക് എന്താണെന്നൊക്കെ പറയുന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് വരെ പുറത്തു വന്നിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം വ്രതമെടുത്തു പോകുന്ന ശബരിമല എന്ന മഹാക്ഷേത്രത്തിന് തീ വെച്ച് ആ വിഗ്രഹത്തിൻ്റെ കൈകാലുകൾ ഉടച്ച് അതിൻ്റെ വിരലുകൾ ഛേദിച്ച സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടും നാളിതുവരെ ആ കേസിൽ ഒറ്റപ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചവനെ പിടിച്ചു, പോറ്റിയെ പിടിച്ചു, മറ്റവനെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ സ്വർണം ഭഗവാന്റെ പുറത്ത്, ക്ഷേത്രത്തിൻ്റെ പുറത്ത് വെച്ച സ്വർണം മോഷ്ടിച്ചവരാ. എന്തുകൊണ്ടാണ് ശബരിമല ക്ഷേത്രം ആക്രമിച്ച് വിഗ്രഹം തകർത്ത് തീ വെച്ചവരെ നാളിതുവരെ ഒരു നിയമ നടപടിക്കും വിധേയരാക്കാൻ കേരളത്തിലെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല? കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് അതിനുവേണ്ടി ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ, കാരണം ഹിന്ദുവിനോട് ചെയ്താൽ ഹിന്ദു ഒന്നും മിണ്ടത്തില്ല എന്നൊരു തോന്നൽ പ്രബലമാണ്. കാരണം അയ്യപ്പൻ്റെ വിഗ്രഹം തറത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് സ്വർണം എടുത്താൽ എന്തെന്ന് പോറ്റിമാരും പത്മകുമാർമാരും ഇനി കടകംപള്ളി ഉണ്ടെങ്കിൽ കടകംപള്ളിമാരും ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഭഗവാൻ ശിക്ഷിക്കുമ്പോൾ അവസാനം വയസ്സാം കാലത്ത് എണീറ്റ് കിടക്കാതെ വെള്ളം ഇറങ്ങാതെ ചാവുമായിരിക്കും. പക്ഷേ എൻ്റെ സന്തതി പരമ്പരയൊക്കെ രക്ഷപ്പെടുമല്ലോ, അവർ സൂഹിച്ച് കഴിയുമല്ലോ, അല്ല ഉള്ള കാലം സൂഹിക്കാമല്ലോ എന്ന് കരുതുന്ന ആളാണ് ഇന്നത്തെ നിരീശ്വരവാദികളായ ഭക്തന്മാർ. അപ്പോൾ ഇതിനകത്ത് കൊള്ള ആദ്യമൊന്നുമല്ല, ഇതിനു മുമ്പ് നടന്നിട്ട്. ഞാൻ വേറെ ചില കൊള്ളയുടെ കാര്യം പറയാം. ശബരിമലയിൽ ആദ്യത്തെ ഈ തച്ചുടയ്ക്കപ്പെട്ട വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ശിലാവിഗ്രഹമായിരുന്നു, കൃഷ്ണശിലയായിരുന്നു എന്ന് പറയുന്നു. അപൂർവമായ ഒരു ശിലാവിഗ്രഹമായിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ തകർക്കപ്പെട്ട വിഗ്രഹം പിന്നീട് ചെമ്പ് കമ്പികൾ, വെള്ളിക്കമ്പികൾ കൊണ്ടൊക്കെ കൂട്ടിക്കെട്ടി പുനർസൃഷ്ടിച്ചു. അത് വെച്ചാണ് കുറച്ച് നാൾ ആരാധന നടത്തി 1951 പുതിയ വിഗ്രഹം ഉണ്ടാക്കി. ചെങ്ങന്നൂരുള്ള ഒരു ശില്പി കുടുംബമാണ് ഇപ്പോൾ കാണുന്ന ശില്പം ഉണ്ടാക്കിയത്. ആ ശില്പം ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കുമ്പോൾ ഒരു ചോദ്യം, ആദ്യത്തെ ഉടയ്ക്കപ്പെട്ട ആ വിഗ്രഹം അവിടെ പോയി. പല വെർഷൻസ് ഉണ്ട്. ചിലർ പറയുന്നു അത് കല്ലാണ്, അത് പ്രത്യേക തരത്തിൽ എന്താ പറയുന്നൊരു ടെക്നോളജി തുറന്നെടുത്തിട്ട് അതൊരു മണിയാക്കി മാറ്റിയെന്നും ആ മണി ശ്രീകോവിലിൻ്റെ മുന്നിലുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു മണി അവിടെ ഇല്ല. അപ്പോൾ ഏതായാലും തകർക്കപ്പെട്ട ആദ്യകാലത്തുണ്ടായിരുന്ന ഇപ്പോൾ ഇരിക്കുന്ന 1951 സ്ഥാപിച്ചതിന് മുമ്പുള്ള വിഗ്രഹം അവിടെ പോയി. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല, ഈ വിഗ്രഹങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ചിത്രങ്ങൾ സഹിതം കാണിച്ചിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം ചിന്മുദ്ര കാണിച്ചിരിക്കുന്നതാണ്. എന്നാൽ 1950 തകർക്കപ്പെടുന്നത് വരെയുള്ള അയ്യപ്പൻ്റെ വിഗ്രഹം അഭയമുദ്ര കാണിക്കുന്നതായിരുന്നു. അപ്പം കാണിക്കുന്ന രണ്ട് ഈ വിഗ്രഹങ്ങൾ, അന്നുണ്ടായിരുന്ന വിഗ്രഹവും ഇപ്പോൾ ഉണ്ടായിരുന്ന വിഗ്രഹവും തമ്മിൽ അടിസ്ഥാനപരമായി അതിൻ്റെ ഭാവത്തിൽ കാണിക്കുന്ന മുദ്ര തമ്മിൽ, അഭയമുദ്രയും ചിന്മുദ്രയും തമ്മിൽ താന്ത്രവിധി പ്രകാരം, ശാസ്ത്രപ്രകാരം നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസം വന്ന വിഗ്രഹമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ മോഡൽ എവിടെയാണ്? ചിലർ പറയുന്നത് കവടിയാർ പാലസിലോ മറ്റോ ഉണ്ടായിരുന്നൊരു വിഗ്രഹത്തെ മാതൃകയാക്കിയാണ് ഇപ്പോഴത്തെ വിഗ്രഹം ഉണ്ടാക്കിയെന്ന് പറയുന്നു. എനിക്കതിൻ്റെ ആധികാരികത അറിയില്ല. പക്ഷേ ഈ പ്രകടമായ വ്യത്യാസം ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പ്രായം ചെന്ന ആളുകൾക്കറിയാം. ആദ്യകാലം 1950 മുമ്പുള്ള ശബരിമലയിലെ ചിത്രം ചിലയിടത്തൊക്കെ ലഭ്യമാണ്. വിഗ്രഹത്തിൻ്റെ ചിത്രം അഭയമുദ്രയാണ്, ഇപ്പോൾ ചിന്മുദ്രയാണ്. ഈ വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഗ്രഹം അവിടെ പോയി. പിന്നെ 18ാം പടിയിൽ ഈ സ്വർണം പാളി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പാളി അവിടെ പോയി. ഇനി തീർന്നില്ല, ശബരിമലയിലെ കൊടിമരം മാറ്റി. കൊടിമരം മാറ്റുന്നതിന് തൊട്ട് മുമ്പ് വരെ കൊടിമരം എന്തുകൊണ്ടുള്ളതാണെന്ന് അറിയില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇത് മരം കൊണ്ടുള്ളതാണ്, അതിനകത്ത് പറ വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം നോക്കിയപ്പോൾ മരമായിരുന്നില്ല. എന്നിട്ട് ഈ അഴിച്ചെടുത്ത പറകൾ, കൊടിമരത്തിൻ്റെ പറകൾ അവിടെ പോയി. നമ്മൾ തന്ത്രിയെ കുറ്റം പറയുന്നുണ്ട്. അവസാനം അഴിച്ചെടുത്തപ്പോൾ വാജിവാഹനം, എല്ലാവരും കരുതുന്ന പോലെ ഭഗവാന്റെ വാഹനം പുലിയല്ല, കുതിരയാണ്. കുതിരപ്പുറത്താണ് അയ്യപ്പൻ സഞ്ചരിക്കുന്നത്. പുലിപ്പുറത്ത് പാലിന് വേണ്ടി പോയതാണ്. പുലിപ്പാലിന് വേണ്ടി പോയ ഒരു ഒക്കേഷനിൽ മാത്രമാണ്, ഒരു അവസരത്തിൽ മാത്രമാണ് അയ്യപ്പൻ പുലിപ്പുറത്ത് സഞ്ചരിച്ചത്. പക്ഷേ വാജിവാഹനം കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. കൊടിമരം അഴിച്ചു മാറ്റി പുതിയ പുനഃപ്രതിഷ്ഠ, അതിൻ്റെ താഴെ എന്തോ ഒരു വ്യത്യാസം വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടിമരം അഴിച്ചു മാറ്റിയത്, പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതിൻ്റെ പറകൾ അവിടെ പോയി. ആ വാജിവാഹനം അഴിച്ചെടുത്തപ്പോൾ തന്ത്രി പറഞ്ഞു ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, അപ്പം തന്ത്രി കൊണ്ടുപോയി എന്ന് പറയും. അത് ഒരുപക്ഷെ അത് ആദ്യം റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ ഞാനാണ്.
ഞാനന്ന് മറ്റൊരു ചാനലിലായിരുന്നു. അന്ന് നമ്മൾ ആ ചാനലിലൂടെ അത് പറയുകയും വലിയ വിവാദമാവുകയും അവസാനം തന്ത്രി വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ട്, ഞാനിത് കൊടുത്തേക്കാം, ഞാൻ ദേവസ്വം ബോർഡിന് കത്തെഴുതിയിട്ടുണ്ട്, വന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞു. പിന്നെ ദേവസ്വം ബോർഡ് പോയി കൊണ്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ആചാരപ്രകാരം ഈ വാജിവാഹനം എന്ന് പറയുന്ന ഈ കൊടിമരത്തിലെ വാഹനങ്ങൾ, അയ്യപ്പനായതുകൊണ്ട് വാജിവാഹനം, ചിലടത്ത് ഗരുഡനാവാം, അങ്ങനെ പലതരത്തിൽ വരാം. അപ്പോൾ ഈ വാഹനം എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നെങ്കിൽ ദാരുവിലുണ്ടാക്കും, അല്ലെങ്കിൽ ശിലയിലുണ്ടാക്കും, അല്ലെങ്കിൽ ലോഹമായിരിക്കാം. അപ്പോൾ ഈ ദാരുവിലുണ്ടാക്കുന്ന, തടിയിലുണ്ടാക്കുന്നതാണ് അതിനെ ദഹിപ്പിക്കണം. അതിനെ ഒഴുക്കുള്ള ആഴമേറിയ ജലാശയത്തിൽ ഒഴുക്കണം. ലോഹമാണെങ്കിൽ അതിനെ ഉരുക്കണം എന്നാണ് പ്രമാണം. പക്ഷേ ഇത് അറിയാമായിരുന്ന തന്ത്രി ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ഇപ്പോഴും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ആ വാജിവാഹനം തിരിച്ച് വാങ്ങിയിട്ടുണ്ടോ എന്ന് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. കത്ത് അയച്ചു തന്ത്രി എന്നുള്ളത് ശരിയാണ്. ദേവസ്വം ബോർഡിൻ്റെ മറുപടിയും വന്നിട്ടില്ല. ജയകുമാർ സാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. പക്ഷേ അതിൻ്റെ പറകൾ അവിടെ പോയി. ഇനി മറ്റൊന്നുണ്ട്, ശ്രീകോവിൽ അടച്ചു വെച്ചിരുന്ന വാതിലുണ്ട്. ശ്രീകോവിലിൻ്റെ വാതിൽ മാറ്റിയിട്ടുണ്ട്. ഈ മാറ്റി പുതിയ വാതിൽ വെച്ചപ്പോൾ ഇക്കാലം അത്രയും ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ശ്രീകോവിൽ അല്ലേ? നട അടയ്ക്കുന്ന സമയത്ത് മുഴുവൻ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്ന ഈ മരപ്പാളികളുടെ ആ മരത്തിൻ്റെ ജന്മം പുണ്യമാർന്ന ജന്മമാണ്. അങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്ന ആ വാതിലുകൾ അവിടെ പോയി. ഇനി തീർന്നില്ല, ഭഗവാന്റെ രുദ്രാക്ഷത്തിലെ ഏതാനും രുദ്രാക്ഷങ്ങൾ പൊട്ടിപ്പോയപ്പോൾ 7ഓളം രുദ്രാക്ഷങ്ങൾ മാറ്റി സ്ഥാപിച്ചു. ആ പൊട്ടിയ രുദ്രാക്ഷങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു രുദ്രാക്ഷമല്ലേ എന്ന് ചോദിക്കരുത്. കാരണം അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷത്തിൻ്റെ ഒരു രുദ്രാക്ഷത്തിന് ഞാൻ ഒരാളോട് പറഞ്ഞു ചിലപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കിട്ടുമായിരിക്കും. 1 ലക്ഷമൊന്നുമില്ല, 10 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ നാട്ടിലുണ്ട്. ഭഗവാന്റെ ദേഹത്ത് കിടന്ന രുദ്രാക്ഷമാലയിൽ ഒരു രുദ്രാക്ഷം അത്ര അമൂല്യമാണെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ഭഗവാന്റെ സവിധത്തിൽ വിൽക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. എന്തെല്ലാം വിറ്റുപോയിട്ടുണ്ട് എന്നത് ആർക്കും അറിയില്ല. അപ്പോൾ ശബരിമലയിൽ നടന്ന കൊള്ള എന്ന് പറയുന്നത് സതീശൻ പറഞ്ഞതുപോലെ ഇതേ ഫ്ലോറിൽ, ഇതേ കസേരയിൽ നിന്ന്, ഞാനിരിക്കുന്ന ഈ കസേരയിൽ നിന്ന് കേരളത്തിൻ്റെ പോലീസ് മേധാവിയായിരുന്ന സെൻകുമാർ എന്നോട് പറഞ്ഞു. പ്രജിത ഇരിക്കുന്ന സീറ്റിൽ ഞാനിരിക്കുന്ന സീറ്റിൽ സെൻകുമാർ സാറ് വരുന്നു. അദ്ദേഹം കേരള പോലീസിൻ്റെ മേധാവിയായിരുന്നു. അദ്ദേഹം അസന്നിഗ്ധമായി വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു, എനിക്ക് സംശയം ഉണ്ട്, ശബരിമലയിലിരിക്കുന്ന ആ വിഗ്രഹം ഒറിജിനലാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ശബരിമലയുടെ ചിത്രം. അപ്പം നമ്മൾ കാണുന്നത് പോലെ വളരെ നിസ്സാരമായ ഒരു ക്ഷേത്രക്കൊള്ളയല്ല. കുറച്ച് ആഭരണം എടുത്തുകൊണ്ട് പോയി. ഇത് വലിയ ആസൂത്രിതമായി, സംഘടിതമായി, ദീർഘകാലാടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്ത് നടന്നിട്ടുള്ള ഒരു കൊള്ളയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ശബരിമല മാത്രമാണോ? അല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഈ കൊള്ള നടക്കുന്നുണ്ട്. കാരണം ആ ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റാണ്. അത് ഏറ്റുമാനൂരാണേലും വൈക്കത്താണേലും ശ്രീപത്മനാഭൻ്റെ കാര്യം നമുക്കറിയത്തില്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പറയില്ലേ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അപൂർവമായ നിധികളുണ്ട് എന്ന്. ശ്രീപത്മനാഭൻ്റെ അടുത്ത് മാത്രമല്ല, ശ്രീപത്മനാഭൻ്റെ നിലവറകളിൽ ഉള്ളതിന് തുല്യമോ അതിലേറെയോ നിധികളുള്ള ക്ഷേത്രങ്ങൾ 4-5 കേരളത്തിൽ വേറെയുണ്ട്. ദേവസ്വം ബോർഡിലെ ചിലർക്കറിയാം, എനിക്കറിയാം 1-2 ക്ഷേത്രങ്ങളുടെ പേര്. പക്ഷേ ഞാൻ പുറത്ത് പറയത്തില്ല. കാരണം അറിഞ്ഞാൽ പക്ഷേ ആ ക്ഷേത്രങ്ങളൊക്കെ ആളുകൾക്ക്, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ആ തങ്ങളുടെ നാട്ടിലുള്ള ആ ക്ഷേത്രത്തിൽ ഇത്രയും നിധി ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അറിയാവുന്ന ദേവസ്വം ബോർഡുകാർ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അറ്റ്ലസ് ഉണ്ടല്ലോ, ഈ വേൾഡിൻ്റെ ഭൂഖണ്ഡങ്ങളുടെ അറ്റ്ലസ്, അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇപ്പം കടലിനപ്പുറത്ത് നിൽക്കുന്ന 2 വൻകരകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതായത് ഭൂമിക്കടിയിൽ പ്ലേറ്റുകളുണ്ട്. ഈ പ്ലേറ്റുകൾ മാറുന്നതനുസരിച്ച് ഭൂഖണ്ഡങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് പണ്ട് കാലത്ത് ടെതിസ് എന്ന് പറഞ്ഞ ഒറ്റക്കടലും പാൻജിയ എന്ന് പറഞ്ഞ ഒറ്റ ഭൂഖണ്ഡമാണ് ഉണ്ടായിരുന്നത്. ആ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഈ സാങ്കേതികവിദ്യയിലെ ഭൂപ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഭൂമിക്കടിയിലെ പ്ലേറ്റുകൾ അകന്നു മാറി ആണ് വൻകരകൾ ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ ഒന്നൊന്നിനോട് ഇങ്ങനെ ചേർന്ന് കൃത്യമായിട്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം പ്രദേശം ആഫ്രിക്കൻ ഭൂഖണ്ഡമായിട്ട് ചേരും. ആഫ്രിക്കയുടെ ഭാഗമായിട്ട് കൃത്യമായി മുറിച്ചെടുത്താൽ കൃത്യമായി നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായി ചേർക്കാൻ പറ്റും തിരുവനന്തപുരം ഭാഗവും ആഫ്രിക്കയും തമ്മിൽ. ആഫ്രിക്കയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത്. ഒരു സംശയം വേണ്ട, തിരുവനന്തപുരത്താണ് കേരളത്തെ ഏറ്റവും കൂടുതൽ. ഞാൻ ക്ഷേത്രത്തിലെ കാര്യമല്ല പറയുന്നത്, ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത്. തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൻ്റെ പേര് മാണിക്യം എന്നോ മറ്റാണെന്ന് തോന്നുന്നു. മാണിക്യം എന്ന് പറഞ്ഞാൽ എന്താ?
അപൂർവമായ നിധികളും രത്നം അല്ലേ രത്നം. മാണിക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെയുള്ള ചില ഭൂമിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ചില സവിശേഷതകൾ കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ഇതുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ സാന്ദർഭികമായി പറഞ്ഞാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും മുഗളന്മാരുടെയൊക്കെ ആക്രമണം നടക്കുന്ന സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരുപാട് സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം അധിനിവേശ ശക്തികൾ നമ്മുടെ ക്ഷേത്രങ്ങളെ ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ കാഫിറിൻ്റെ ദേവാലയം തകർക്കുക എന്നത് മാത്രമല്ല, രാജാക്കന്മാരുടെ സ്വത്ത് മുഴുവൻ ഇരിക്കുന്നത് ക്ഷേത്രത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ടുകൂടിയാണ്. അത് ക്ഷേത്രം കൊള്ളയടിക്കാനാണ് വരുന്നത്. ക്ഷേത്രത്തിൽ എന്താ കൊള്ളയടിക്കാനാണെന്ന് ചോദിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലോടൊപ്പം തന്നെ ഭണ്ഡാരങ്ങളുണ്ടായിരുന്നു. ആ ഭണ്ഡാരങ്ങളിൽ വലിയ നിധി ഉണ്ടായിരുന്നു. ഈ ഭണ്ഡാരങ്ങളിലെ നിധി തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ടിപ്പു സുൽത്താൻ്റെ താല്പര്യമായിരുന്നു, ഹൈദരാലിയുടെ താല്പര്യമായിരുന്നു, മുഗളന്മാരുടെ താല്പര്യമായിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയനും സംഘവും. എന്ന് ടിപ്പു എന്ത് ചെയ്തോ, ടിപ്പു പടയോട്ടം നടത്തി ക്ഷേത്രങ്ങൾ തകർത്ത് കൊള്ളയടിച്ചെങ്കിൽ പിണറായി വിജയൻ്റെ ടീം അവരെന്ത് ചെയ്യുന്നു, ക്ഷേത്രങ്ങളെ പുറമേ തകർക്കുന്നൊന്നുമില്ല, അവർ ആചാരങ്ങളെ തകർക്കും. ഒപ്പം തന്നെ അവർ ഉദ്യോഗസ്ഥ വൃന്ദന്മാരെ, അവരുടെ ചാത്തന്മാരെ നിയോഗിച്ച് ക്ഷേത്രത്തിലെ പാർട്ടി ചാത്തന്മാരെ വിട്ട് ക്ഷേത്രത്തിലെ സുപ്രധാനമായ നിധികൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം ഇനി അധികാലം മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്നലെ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ പുതുതായിട്ട് ടീമിലെടുക്കണമെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അനുവദിച്ചു. പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ ആക്ഷേപം വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും CPMൻ്റെ വിശ്വസ്തരായ 2 CIമാരാണ്. അവരുടെ പേരാണിപ്പോൾ അവരെ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആക്ഷേപം സതീശൻ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പേര് സതീശൻ പറയാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല, എനിക്കും അറിയാൻ പേരൊക്കെ പത്രത്തിൽ വന്നതാണ്. ഈ 2 ഉദ്യോഗസ്ഥന്മാരെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു, കോടതി സംബന്ധിച്ചു. അപ്പോൾ ഇത് മൊത്തത്തിൽ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുമോ, കടകംപള്ളിക്ക് അപ്പുറത്തേക്ക് ഇത് പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.